കശുവണ്ടി തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിച്ചിട്ട് 6 മാസത്തിലധികമായി. പക്ഷേ ജീവനക്കാരുടെ ശമ്പളം പുതുക്കി നിശ്ചയിച്ചില്ല. ജീവനക്കാരുടെ ശമ്പളം കഴിഞ്ഞ കാലങ്ങളിൽ തൊഴിലാളിയുടെ മിനിമം വേജ് പുതുക്കി നിശ്ചയിച്ചതിന് ശേഷം കാലതാമസം വരുത്താതെ തന്നെ ജീവനക്കാരുടെ ശമ്പളം പുതുക്കുകയായിരുന്നു നടന്നു വന്ന സംഭവം. ലേബർ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് യാതൊരു പ്രവർത്തനവും മുൻകൈ എടുത്തിട്ടില്ല. അവരും 1-2 കോൺഫറൻസുകൾ ഊഴം പോക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടി. കാരണം അന്നത്തെ ലേബർ വ്യവസായവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് അവർ അങ്ങ് മാറ്റിവെച്ചു. ഇപ്പോൾ അവസാനമായിട്ട് ഡേറ്റുകൾ നീണ്ടുപോയപ്പോൾ അവരുടെ യൂണിയൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ നിരന്തരമായ ആവശ്യം ഉന്നയിച്ചു. ഞങ്ങൾ സമരരംഗത്തേക്ക് പോകുമെന്ന് കണ്ട അവസരത്തിൽ കഴിഞ്ഞ 17-ാം തീയതി IRC യോഗം വിളിക്കാമെന്ന് സമ്മതിച്ചു. IRC യോഗം വിളിച്ചു. ഒരു കാരണവും കൂടാതെ തലേദിവസം അവർ മാറ്റിവെച്ചു. ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയാണ്, മുതലാളിമാരുടെ ആയിട്ടുള്ളൊരു ഗൂഢാലോചനയാണ്. മുതലാളിമാരുടെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി ഗവൺമെൻറ് അടിമകളാകുകയാണ് ചെയ്യുന്നത്. അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭണവുമായിട്ട് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ പോകാൻ അടുത്ത മാസം തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടത്തുന്ന പ്രക്ഷോഭ സമരം, ഇതിലൊക്കെ മുഴുവൻ തൊഴിലാളി സഖാക്കളുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാകണം. ഇന്ന് തന്നെ ഇവിടെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇത്തരം ദുഷ്ടലാക്കോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഏത് യൂണിയൻ സ്വീകരിച്ചാലും അതിനെതിരായി ശക്തമായ നടപടി സ്വീകരിക്കും. ഇപ്പോൾ UTUC ഇവിടെ അധ്യക്ഷൻ ഓൾ കേരള കാഷ്യൂനട്ട് ഫാക്ടറി വർക്കേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് സജി ഡി ആനന്ദ് ഈ സമരം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമുക്കേവർക്കും പ്രിയങ്കരനായിട്ടുള്ള കശുവണ്ടി തൊഴിലാളികളുടെ സമരനായകൻ എന്ന് പറയാവുന്ന ആളല്ല, കശുവണ്ടി തൊഴിലാളികളുടെ സമരനായകൻ സഖാവ് അസീസിയേട്ടൻ, അതുപോലെ തന്നെ കാഷ്യൂ സ്റ്റാഫ് എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും UTUCയുടെ കൊല്ലം ജില്ലാ UTUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് അഡ്വക്കേറ്റ് TC വിജയൻ, UTUCയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് ഇടവനശ്ശേരി സുരേന്ദ്രൻ, പ്രിയപ്പെട്ട സഖാക്കളെ, ദീർഘകാലമായിട്ടുള്ള ഒരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല. 2024 UTUCയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള സമരത്തിന്റെ തുടർച്ചയായിട്ടാണ്